Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the second part of the topic, non-fund based financial services or fee-based financial services from the subject Financial Services for BBA Semester 3 students of the Kerala University. Fourth service in non-fund based or fee-based financial service is custodial service. In simple words, the services provided by a custodian are known as custodial services or custodian services. Custodian is an institution or a person who is handed over securities by the security owners for safe custody. Custodian is a caretaker of a public property or securities. Non-fund based financial services അഥവാ ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസിൽ നാലാമത്തെ സേവനം ആണ് കസ്റ്റോഡിയൽ സർവീസ് എന്ന് പറയുന്നത്. ഈ കസ്റ്റോഡിയൽ സർവീസിനെ കസ്റ്റോഡിയൻ സർവീസ് എന്നും വിളിക്കാറുണ്ട്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സൂക്ഷിപ്പുകാരൻ, കസ്റ്റോഡിയൻ അഥവാ പരിപാലകൻ നൽകുന്ന സേവനങ്ങളെ, നൽകുന്ന സൂക്ഷിപ്പ് സേവനം അല്ലെങ്കിൽ പരിപാലന സേവനത്തെയാണ് കസ്റ്റോഡിയൻ സർവീസ് അഥവാ കസ്റ്റോഡിയൽ സർവീസ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി ഓണേഴ്സ്, അതായത് നിക്ഷേപ സർട്ടിഫിക്കറ്റുകളുടെ ഉടമസ്ഥർ അല്ലെങ്കിൽ കടപ്പത്രങ്ങളുടെ ഉടമസ്ഥർ അല്ലെങ്കിൽ ഓഹരികളുടെ ഉടമസ്ഥർ, ഇവരൊക്കെ അവരുടെ ഈ രേഖകൾ, നിക്ഷേപ സർട്ടിഫിക്കറ്റുകളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നു. ഇത്തരത്തിൽ ഏൽപ്പിക്കപ്പെടുന്ന ആ സ്ഥാപനത്തെ അല്ലെ വ്യക്തിയാണ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. സേഫ് കസ്റ്റഡിക്ക് വേണ്ടി സെക്യൂരിറ്റി ഓണേഴ്സ് തങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, അതായത് നിക്ഷേപ സർട്ടിഫിക്കറ്റുകളും അല്ലെങ്കിൽ ഓഹരി സർട്ടിഫിക്കറ്റുകളും മുതലായ വിലപിടിപ്പുള്ള രേഖകൾ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് സേഫ് കസ്റ്റഡിയിൽ വെക്കാനായിട്ട് ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നു. ആ സ്ഥാപനത്തിന് വ്യക്തിയോ പറയുന്ന പേരാണ് കസ്റ്റോഡിയൻ എന്ന്. കസ്റ്റോഡിയൻ ഈസ് എ കെയർ ടേക്കർ ഓഫ് എ പബ്ലിക് പ്രോപ്പർട്ടി ഓർ സെക്യൂരിറ്റീസ്. ഈ നിക്ഷേപ സർട്ടിഫിക്കറ്റുകളുടെ അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടിയുടെ പരിപാലകനെ, കെയർ ടേക്കറെ കസ്റ്റോഡിയൻ എന്ന് നമുക്ക് വിളിക്കാം. Custodians are intermediaries between companies and clients, that is security holders, and institutions, financial institutions and mutual funds. There is an arrangement and agreement between custodian and real owners of securities or properties to act as custodians of those who hand over it. ഇവിടെ സെക്യൂരിറ്റി ഹോൾഡേഴ്സ്, അതായത് നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ ഹോൾഡ് ചെയ്യുന്ന കൈവശമുള്ള കമ്പനീസിൻ്റെ, ക്ലയൻസിൻ്റെ, അതായത് സെക്യൂരിറ്റി ഹോൾഡേഴ്സിൻ്റെയും ചില സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഇടയിൽ ഇൻ്റർമീഡിയറീസ് ആയിട്ട്, ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കസ്റ്റോഡിയൻസും ഈ സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്ന റിയൽ ഓണേഴ്സും തമ്മിൽ ഒരു അറേഞ്ച്മെൻറ്റും എഗ്രിമെൻറ്റും ഉണ്ടായിരിക്കും. അതായത് ഈ കസ്റ്റോഡിയൻ സർവീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറും അതിന് വേണ്ടുന്നുള്ള ഒരു അറേഞ്ച്മെൻറ്റ് അഥവാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടാകും. അപ്പോൾ റിയൽ ഓണേഴ്സ്, അതായത് സെക്യൂരിറ്റി ഓണേഴ്സ് അവരുടെ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി കസ്റ്റോഡിയൻസിനെ ഏൽപ്പിക്കും. അതൊരു കരാറിൻ്റെ പുറത്ത് ആയിരിക്കും. ഇതാണ് കസ്റ്റോഡിയൻസ് ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത്. The duty of a custodian is to keep the securities or documents under safe custody. The work of custodian is very risky and costly in nature. For rendering these services, he gets a remuneration called custodial charges. Thus, custodial service is the service of keeping the securities safe for and on behalf of somebody else for a remuneration called custodial charges. ഒരു കസ്റ്റോഡിയൻ അഥവാ സൂക്ഷിപ്പുകാരൻ അഥവാ പരിപാലകൻ്റെ ഉത്തരവാദിത്തം അഥവാ ഡ്യൂട്ടി എന്ന് പറയുന്നത് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സെക്യൂരിറ്റീസ്, ഡോക്യുമെൻറ്റ്സ്, തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ, പ്രധാനപ്പെട്ട രേഖകൾ എന്നിവയൊക്കെ സേഫ് കസ്റ്റഡിയിൽ വളരെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് കസ്റ്റോഡിയനുള്ളത്. ഈ കസ്റ്റോഡിയൻ്റെ ഈ ജോലി എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചതും ചിലവേറിയതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിന് കസ്റ്റോഡിയന് ഒരു റെമ്യൂണറേഷൻ അഥവാ പാരിതോഷികം നൽകുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് കസ്റ്റോഡിയൽ ചാർജസ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കസ്റ്റോഡിയൽ ചാർജ് എന്ന റെമ്യൂണറേഷന് വേണ്ടി മറ്റാരുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സെക്യൂരിറ്റീസ് അഥവാ ഡോക്യുമെൻറ്റ്സ്, പ്രധാനപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ നിക്ഷേപ സർട്ടിഫിക്കറ്റുകളൊക്കെ വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്ന സേവനം നൽകുന്നതിനാണ് കസ്റ്റോഡിയൽ സർവീസ് എന്ന് പറയുന്നത്. Fifth service in the non-fund based or fee-based financial services
Loan syndication. Loan syndication is an arrangement where a group of banks participate to provide funds for a single loan. In a loan syndication, a group of banks comprising 10 to 30 banks participate to provide funds wherein one of the banks is the lead manager. This lead bank is decided by the corporate enterprises depending on confidence in the lead manager. നോൺ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസ് അഥവാ ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസിൽ അഞ്ചാമത്തെ സേവനമാണ് ലോൺ സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ലോൺ സിൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒരു സിംഗിൾ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഒറ്റ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ്, ഒരു കൂട്ടം ബാങ്കുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അഥവാ പങ്കെടുക്കുന്ന ഒരു സംവിധാനത്തെയാണ് ലോൺ സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ലോൺ സിൻഡിക്കേഷനിൽ 10 മുതൽ 30 ബാങ്കുകൾ വരെ ഒരേ സമയം ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പങ്കെടുക്കാറുണ്ട് അല്ലെങ്കിൽ പങ്കാളികളാകാറുണ്ട്. അതിൽ ഒരു ബാങ്കിന് ലീഡ് മാനേജറായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യും. ആ ലീഡ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ലീഡ് മാനേജറിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഫണ്ട് സ്വരൂപിച്ച് ബിസിനസ് എൻ്റർപ്രൈസസിന് ലോണായിട്ട് നൽകുന്നത്. ഈ ഒരു കൂട്ടം ബാങ്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ആരായിരിക്കും ആ നേതൃത്വം ഏറ്റെടുക്കുന്ന ബാങ്ക്, ലീഡ് ബാങ്ക് എന്ന് തീരുമാനിക്കുന്നത് കോർപ്പറേറ്റ് എൻ്റർപ്രൈസുകളാണ്. ലോൺ എടുക്കുന്ന കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് ഓരോ ബാങ്കിലും അവർക്കുള്ള വിശ്വാസം അനുസരിച്ച് ഒരു ലീഡ് മാനേജർ അഥവാ ലീഡ് ബാങ്കിനെ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരുടെ കീഴിൽ ഒരു 10 മുതൽ 30 വരെയുള്ള ബാങ്കുകൾ ചേർന്ന് പങ്കാളിത്തത്തോടു കൂടി അവർ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. A single bank cannot give a huge loan. Hence, a number of banks join together and form a syndicate. This is known as loan syndication. Thus, loan syndication is very similar to consortium financing. ഭീമമായ വായ്പ നൽകാൻ, അതായത് ഹ്യൂജ് ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരൊറ്റ ബാങ്കിന് ചിലപ്പോൾ സാധിക്കത്തില്ല. അത്തരം സാഹചര്യങ്ങളിൽ കുറേ ഏറെ ബാങ്കുകൾ ഒരുമിച്ച് ചേർന്നിട്ട് അവരൊരു സിൻഡിക്കേറ്റ് ഫോം ചെയ്യും. സിൻഡിക്കേറ്റ് എന്ന് വെച്ചാൽ ഒരു സംയുക്ത സമിതി രൂപീകരിക്കും, അതായത് ഒരു കൂട്ടായ്മ രൂപീകരിക്കും. എന്നിട്ട് ലോൺ അനുവദിക്കും. ഇത്തരം സംവിധാനത്തെയാണ് നമ്മൾ ലോൺ സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഭീമമായ ലോൺ അനുവദിക്കാൻ ഒരു ബാങ്കിന് കഴിയാത്തത് കൊണ്ട് ബാങ്കുകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ലോൺ നൽകുന്ന ഒരു സംവിധാനത്തെയാണ് ലോൺ സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് കൺസോർഷ്യം ഫിനാൻസിങ്ങിന് വളരെ സാമ്യമുള്ളതാണ്. ഇത് കൺസോർഷ്യം ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ബാങ്കുകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഏതെങ്കിലും ബിസിനസ്സിനോ സ്ഥാപനങ്ങൾക്കോ ഒക്കെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് കൺസോർഷ്യം ഫിനാൻസിങ്. അതിന് സിമിലർ ആയിട്ടുള്ളതാണ് ലോൺ സിൻഡിക്കേഷൻ. അതിന് സമാനമായിട്ടുള്ള ഒരു സംവിധാനമാണ് ലോൺ സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. സിക്സ്ത് സർവീസ് ഇൻ നോൺ ഫണ്ട് ബേസ്ഡ് ഓർ ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് സെക്യൂരിറ്റൈസേഷൻ ഓർ സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ്. Loans given to customers are assets for the bank. They are called loan assets. Unlike investment assets, loan assets are not tradable and transferable. Thus, loan assets are not liquid. Non-fund based financial services അഥവാ ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസിൽ ആറാമത്തെ സേവനമാണ് സെക്യൂരിറ്റൈസേഷൻ അഥവാ സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് ബാങ്ക് നൽകുന്ന ലോൺ അഥവാ വായ്പ എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ച് അത് അസറ്റാണ്. നമ്മൾ ബാങ്കിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള അസറ്റുകളെ നമ്മൾ ലോൺ അസറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് ബാങ്ക് ലോൺ നൽകുന്നു, വായ്പ നൽകുന്നു. അത് കസ്റ്റമേഴ്സ് കുറേ കഴിയുമ്പോൾ തിരിച്ചു നൽകും, പലിശയോടുകൂടി തിരിച്ചു നൽകും. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു അസറ്റാണ്, എന്നാലും തിരിച്ചു കിട്ടാനുള്ളൊരു കാര്യമാണത്. അതുകൊണ്ടാണ് അതിനെ അസറ്റ് എന്ന് പറയുന്നത്. ഇത്തരം അസറ്റുകളെ ലോൺ അസറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ബാങ്ക് ഏതെങ്കിലും നിക്ഷേപിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങൾ നിക്ഷേപിക്കുകയാണ്, ഒരു ബിസിനസ്സിലൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് എന്ന് പറയും. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സ് ആണെങ്കിൽ അത് ട്രേഡ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം, മാർക്കറ്റിൽ അത് ട്രേഡ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ലോൺ അസറ്റ്സ് അത്തരത്തിൽ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ലോൺ അസറ്റ്സിനെ ലിക്വിഡ് അല്ല എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ലിക്വിഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ ക്യാഷ് ആക്കി, ആ അസറ്റിനെ ക്യാഷ് ആക്കി മാറ്റാനുള്ള ഒരു സംവിധാനത്തെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോൺ അസറ്റ്സ് ലിക്വിഡ് അല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. The problem is how to make the loan of a bank liquid. This problem can be solved by transforming the loans into marketable securities. Now loans become liquid. They get the characteristic of marketability. This is done through the process of securitization. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോൺ അസറ്റ്സ് ലിക്വിഡ് അല്ല. അപ്പോൾ ഈ ലോൺ അസറ്റ്സിനെ എങ്ങനെ ലിക്വിഡ് ആക്കാം, അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്.
അതിനൊരു വഴിയുണ്ട്. ഈ ലോൺ അസറ്റ്സിനെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്താൽ മതി, മാറ്റിയെടുത്താൽ മതി. ട്രാൻസ്ഫോം ചെയ്യുന്നത് മാറ്റിയെടുത്താൽ. എന്താണ് ഈ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്? സെക്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിക്ഷേപങ്ങൾ നടത്തുന്ന ഷെയറുകളോ ബോണ്ടുകളോ ഡിബഞ്ചറുകളോ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അതിനാണ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസ് ആയിട്ട് ഈ ലോൺ അസറ്റ്സിനെ ട്രാൻസ്ഫോം ചെയ്തു കഴിഞ്ഞാൽ അതിന് മാർക്കറ്റബിലിറ്റി കൈവരും. മാർക്കറ്റബിലിറ്റി എന്ന് വെച്ചാൽ മാർക്കറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അതിനെ മാർക്കറ്റിൽ പല വ്യാപാരം നടത്താനും ട്രേഡ് നടത്താനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റബിലിറ്റി കൈവന്നു കഴിഞ്ഞാൽ ഇത്തരം ലോൺ അസറ്റ്സ് എന്തായി മാറും? ലിക്വിഡായി മാറും. നൗ ലോൺസ് ആർ ലിക്വിഡ്. ഇത് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഈ പ്രോസസ്സിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അതായത് ബാങ്കിൻ്റെ ലോൺ അസറ്റ്സിനെ അതിനെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിട്ട് മാറ്റുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റൈസേഷനിലൂടെ ഈ ബാങ്കിൻ്റെ ലോൺ അസറ്റ്സിനെ നമുക്ക് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആക്കി മാറ്റി അതിനെ ലിക്വിഡ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇത് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് സാധിക്കുന്നത്. Securitization is a financial innovation. It is conversion of existing or future cash flows into marketable securities that can be sold to investors. It is a process by which financial assets such as loan receivables, credit card balances, hire purchase debtors, lease receivables, trade debtors, etc. are transformed into securities. Thus, any asset with predictable cash flows can be securitized. Securitization എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇന്നോവേഷൻ ആണ്. എന്ന് വെച്ചാൽ സാമ്പത്തികപരമായ പുതിയൊരു കാര്യമാണ്, പുതിയൊരു കണ്ടുപിടുത്തമാണ് ഈ സെക്യൂരിറ്റൈസേഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ എന്താണ് ഈ സെക്യൂരിറ്റൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ബാങ്കുകൾക്കൊക്കെ ഉള്ള ഫിനാൻഷ്യൽ അസറ്റ്സ്, അതായത് ലോൺ റിസീവബിൾസ്, കിട്ടാനുള്ള ലോണുകൾ, വായ്പ നൽകിയത് തിരികെ ലഭിക്കാനുള്ളത്. ക്രെഡിറ്റ് കാർഡ് ബാലൻസസ്. എന്താണ് ക്രെഡിറ്റ് കാർഡ് ബാലൻസ്? നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരെന്ന് വെച്ചാൽ കടത്തിന് പൈസ ബാങ്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് അത്രയും കടം ആയിട്ട് അവർക്ക് പൈസ ഉപയോഗിക്കാനായിട്ട്. അത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് ബാലൻസസ് പിന്നെ ബില്ലായിട്ട് ബാങ്കിന് പേ ചെയ്യണം. അത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് ബാലൻസസ്. ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ്. അതായത് ഇപ്പോൾ നമ്മളൊരു വാഹനം അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളൊക്കെ ഹയർ പർച്ചേസിന് എടുക്കുന്നു എന്ന് വെച്ചാൽ ഒരു ബാങ്ക് നമുക്ക് പൈസ ലോണായിട്ട് അനുവദിക്കുന്നു. അപ്പോൾ നമ്മൾ കടത്തിന് സാധനങ്ങൾ വാങ്ങുകയാണ്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നു, ആണ് ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ്. അതൊക്കെ തവണകളായിട്ട് ബാങ്കിന് ലഭിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹയർ പർച്ചേസ് ഡെറ്റേഴ്സ്. ലീസ് റിസീവബിൾസ്. ബാങ്ക് എന്തെങ്കിലും വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ലഭിക്കുന്ന വാടക. ട്രേഡ് ഡെറ്റേഴ്സ്. ബാങ്കിന് കിട്ടാനുള്ള പൈസ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള ആൾക്കാരുടെ പൈസ. ഇതിനെയൊക്കെ സെക്യൂരിറ്റീസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റീസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്കി മാറ്റുന്നു. ഷെയർസോ ഡിബഞ്ചേഴ്സോ ബോൺസോ ഒക്കെ ആക്കി മാറ്റുന്നു. ഇതിനെയാണ്, ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസിനെ സെക്യൂരിറ്റൈസ് ചെയ്ത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ഇത്തരത്തിലുള്ള കിട്ടാനുള്ള കാശിനെയൊക്കെ നമുക്ക് ലിക്വിഡ് ആക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. Securitization is defined as a process of transformation of illiquid asset into security which may be traded later in the open market. ബാങ്കുകളുടെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെയൊക്കെ ഇല്ലിക്വിഡ് അസറ്റ്സിനെ, അതായത് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ കഴിയാത്ത അസറ്റ്സിനെ സെക്യൂരിറ്റീസായിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയയ്ക്കാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഓപ്പൺ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന സെക്യൂരിറ്റീസായിട്ട് ഇല്ലിക്വിഡ് അസറ്റ്സിനെ മാറ്റിയെടുക്കുന്ന പ്രക്രിയയ്ക്കാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, സെക്യൂരിറ്റൈസേഷൻ ഇസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇല്ലിക്വിഡ് നോൺ മാർക്കറ്റബിൾ അസറ്റ്സ് ഇൻറ്റു സെക്യൂരിറ്റീസ് വിച്ച് ആർ ലിക്വിഡ് ആൻഡ് മാർക്കറ്റബിൾ അസറ്റ്സ്. It is a process of transformation of assets of a lending institution into negotiable instruments. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ ഇല്ലിക്വിഡ് ആയിട്ടുള്ള, നോൺ മാർക്കറ്റബിൾ ആയിട്ടുള്ള, ഇല്ലിക്വിഡ് ആയിട്ടുള്ള, നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന, വിപണനം നടത്താൻ സാധിക്കാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ സാധിക്കാത്ത അസറ്റുകളെയൊക്കെ സെക്യൂരിറ്റീസ് ആക്കി മാറ്റുന്നു. അതായത് മാർക്കറ്റബിൾ ആക്കുന്ന, അതായത് മാർക്കറ്റിൽ വിപണനം നടത്താൻ പറ്റുന്ന ലിക്വിഡ് ആയിട്ടുള്ള, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ സാധിക്കുന്ന സെക്യൂരിറ്റീസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്കാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കടം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കുകളാകാം മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളാകാം, ഇവരുടെയൊക്കെ അസറ്റ്സ്, അതായത് ലോൺ അസറ്റ്സിനെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട്, അതായത് സെക്യൂരിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ സെക്യൂരിറ്റൈസേഷൻ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും.
Assignment questions. Number 1, what do you mean by custodial service? Number 2, what is loan syndication? Number 3, what is securitization? I hope all of you understood the second part of the topic, non-fund based or fee-based financial services, quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.